ഇനി ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞെങ്കിലും ഉത്സവാഘോഷങ്ങൾ പൂർത്തിയാകാൻ ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. കാപ്പഴിച്ച് കുരുതി നടത്തുന്നതോടെയാണ് 10 ദിവസത്തെ ആറ്റുകാൽ ഉത്സവം സമാപിക്കുക. മധുര ചുട്ടരിച്ചു വന്ന കണ്ണകി ഭഗവതി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ അല്പനേരം ആറ്റുകാലിൽ തങ്ങി. ദേവീ ചൈതന്യം അറിഞ്ഞു വന്ന സ്ത്രീജനങ്ങൾ വായ്ക്കുര വീട്ടും മൺകലങ്ങളിൽ പൊങ്കാല നിവേദിച്ചും ദേവിയെ സംപ്രീതയാക്കിയതിന്റെ അനുസ്മരണമാണ് പൊങ്കാലയെന്ന വിശ്വാസം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലുള്ളത്. പൊങ്കാലയ്ക്ക് ശേഷം ദേവിയെ പുറത്തെഴുന്നള്ളിച്ച് ശാസ്താക്ഷേത്രത്തിലെത്തി തിരിച്ചു വരുന്നതോടെയാണ് ഉത്സവം സമാപിക്കുക. ശാസ്താക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നതാകട്ടെ വമ്പിച്ച ഘോഷയാത്രയോടെ, അനുഗമിക്കുന്നതാകട്ടെ കുത്തിയോട്ട ബാലന്മാരും താലപ്പൊലിയേന്തിയ ബാലികമാരും. 14 വയസ്സിന് താഴെയുള്ള ബാലന്മാർ ദേവിയുടെ സൈനികരാണെന്ന സങ്കല്പത്തിലാണ് ഇവിടുത്തെ കുത്തിയോട്ടം. പൊങ്കാല ദിവസം വൈകിട്ട് രാജകീയ വേഷത്തിൽ കുത്തിയോട്ട ബാലന്മാരെ ചമയിച്ച് ക്ഷേത്രത്തിലെത്തിച്ച് ചൂരൽ കുത്തു ചടങ്ങ് നടത്തും. പിറ്റേ ദിവസം ചൂരലഴിക്കുന്നതോടെയാണ് കുത്തിയോട്ട ചടങ്ങുകൾ പൂർത്തിയാകുക. കണ്ണകി ചരിത്രത്തിന് ഇത്തരം ഐതിഹ്യങ്ങളും അറിയാക്കഥകളും ഒരുപാടുണ്ട്. അത് മാത്രമല്ല, ഓരോ പൊങ്കാലയും സ്വാർത്ഥകമായ ഒരു ആതിഥ്യത്തിന്റെ കഥ കൂടി പറഞ്ഞാണ് അവസാനിക്കുന്നത്. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.